ഹലോ ഗൈസ്, ബാസിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയുള്ളൊരു വാഹനമാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 2023 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് VXi എന്ന് പറഞ്ഞ മോഡലാണ് എൻ്റെ മുന്നിൽ കിടക്കുന്നത്. കാണുന്നത് സ്വിഫ്റ്റിൻ്റെ തന്നെ 4th ജനറേഷൻ വാഹനമാണ്. ഇപ്പോൾ റീസെൻ്റിൽ ഇതിൻ്റെ 5th ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2023 മോഡൽ സ്വിഫ്റ്റ് VXi എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻ്റ് വരുന്ന വാഹനമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. VXiൻ്റെ മോഡലിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു നോർമലായിട്ട് തന്നെയാണ് വാഹനം മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ലോവറായിട്ടൊരു 2 വൈപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈപ്പറിൻ്റെ സൈഡിൽ തന്നെ 2 വാഷർ നോസിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2022 ശേഷം ഒരു ക്രോം എലമെൻ്റ് ഒരു ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിനും കാര്യമായ ചേഞ്ച് നടത്തിയിട്ടുണ്ട്. ഈ ഗ്രില്ലൊക്കെ ഒരു സ്പോർട്ടിൽ ഫീൽ ചെയ്യുന്നൊരു ഗ്രില്ലാണ് 2022 ശേഷം വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉണ്ടായത് 2022 ശേഷം. ഇവിടെ തന്നെ വശങ്ങളിലായിട്ട് തന്നെ ഹാലജൻ്റെ ഹെഡ് ലാമ്പാണ് VXi എന്ന് പറഞ്ഞ മോഡലിന് വരുന്നത്. ടോപ്പ് എൻഡ് ആകുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ഹാലജനാണ് കൊടുത്തിരിക്കുന്നത്. ലോ ബീമും ഹൈ ബീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ചെയ്യിച്ചതാണ്. VXiയിൽ ഫോഗ് ലാമ്പ് ഉണ്ടായിരിക്കുന്നതല്ല, എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. 63 mm ആണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ്. നമുക്ക് ഈ ടയറിലോട്ട് വരുമ്പോൾ 14 ഇഞ്ച് സൈസുള്ള ടയറാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു വീൽ കപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലായ ZXiലോട്ട് വരുമ്പോൾ 15 ഇഞ്ച് ടയർ സൈസും വിത്ത് അലോ വീൽസും കൂടിയിട്ടാണ് വാഹനം വരുന്നത്. ഈ വാഹനത്തിൻ്റെ മിററിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് വശങ്ങളിൽ നിന്നുള്ള ഓവർവ്യൂ. സ്വിഫ്റ്റിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ ഈ മുകൾ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള വ്യൂ. നമുക്ക് ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്വിഫ്റ്റിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ആൻറ്റിനയാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന ഒരു സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. VXiയിൽ ഈ സ്പോയിലർ ഉണ്ടാവുന്നതല്ല, എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഒരു നോർമൽ ഗ്ലാസ് ആണ് വാഹനം നൽകിയിരിക്കുന്നത്. ഡിഫോഗർ വൈപ്പറും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് ലൈറ്റോട്ട് വരുമ്പോൾ ഇവിടെ യു ഷേപ്പിലൊരു DRL പോലെ സെറ്റ് ചെയ്യുന്നൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് സ്റ്റോപ്പ് ലൈറ്റും പിന്നെ ഹാലജൻ ബൾബിൽ വരുന്ന ഒരു ഇൻഡിക്കേറ്ററും ഒരു റിവേഴ്സ് ലൈറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് തുറക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം നോർമൽ ഒരു ബൂട്ട് സ്പേസാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 2.8 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ വാഹനത്തിൽ. അത്യാവശ്യം ഫീച്ചേഴ്സൊന്നും ഇല്ലാത്ത രീതിയിൽ നോർമലായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ് വാഹനം നൽകിയിരിക്കുന്നത്. പിന്നെ സ്പെയർ വീല് ഇതിൻ്റെ അടിയിൽ തന്നെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നോർമൽ വീലാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ വ്യൂ നോക്കുമ്പോൾ സ്വിഫ്റ്റിൻ്റെ എല്ലാ വേരിയൻറ്റിലും ഇൻറ്റീരിയൽ ഫുൾ ബ്ലാക്കിലാണ് വരുന്നത്. LXi തൊട്ട് ടോപ്പ് എൻഡ് മോഡൽ വരെ ഫുൾ ബാക്കിലാണ് ഇൻറ്റീരിയൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ പാഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ക്രോം ഫിനിഷുള്ള ഒരു ലോക്കിങ്ങിൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, ഇവിടെ ലോക്ക് അൺലോക്ക് അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മിറർ ഫോൾഡിങ് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കൊടുക്കാനുള്ള ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലൈറ്റിൻ്റെ പിന്നെ മിറർ മറ്റേ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റിലോട്ട് നോക്കുമ്പോൾ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് VXi വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ വ്യൂ നോക്കുമ്പോൾ സ്വിഫ്റ്റിൻ്റെ എല്ലാ വാഹനങ്ങളും കണ്ടുവരുന്നത് തനതായ സ്റ്റിയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയർ വീലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് തന്നെ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിൽ തന്നെ. പിന്നെ അടിയിൽ തന്നെ കോളിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ടെലസ്കോപ്പിക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ 2 AC വെൻറ്റ് സെൻട്രലായിട്ട് കൊടുത്ത് വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മീറ്റർ കൺസോളാണ് ഈ വാഹനത്തിന് മാരുതി സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ഒരു ഇൻഫർമേഷൻ ക്ലസ്റ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
ഇവിടെ തന്നെ സാധാ നോർമൽ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടിയിൽ തന്നെ മാനുവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ചാർജിങ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നോബ്. ഇവിടെ തന്നെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ അടിയിൽ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഈ വാഹനത്തിൽ വരുന്നില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ മെയിനായിട്ട് പറയുന്നത് ഹാച്ച് ബാക്കിൽ തന്നെ ഏറ്റവും നല്ലൊരു സീറ്റാണ് ഈ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നൽകിയിരിക്കുന്നത്. ആളുകൾ നല്ല ഹഗ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഇനി വാഹനത്തിൻ്റെ ബാക്കിലത്തെ സ്പേസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലത്തെ സ്പേസ് ഈ വാഹനം നൽകിയിരിക്കുന്നു. അത്യാവശ്യം 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് വാഹനം നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പുറത്ത് തന്നെ ഒരു പാർസൽ ട്രെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് കിട്ടുന്ന ഒരു ബാക്ക് സീറ്റാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവർ റിവ്യൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.